ഹായ് ഫ്രണ്ട്സ്, ഞാനെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ആ ബെൽ ബട്ടനും ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റിയാക്ഷൻ വീഡിയോ ആണ്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എന്താ പറയുക, ഒരു പെജന്റിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ചെയ്യുന്നതിൽ, അതുപോലില്ല. ആർക്കോ വേണ്ടി ക്രൗൺ കൊടുത്ത് അതേപോലെ അവരെ ഇറക്കിയിട്ട് സ്കൂൾ കലോത്സവത്തിന് നമ്മൾ ട്രോഫി കൊടുക്കുന്ന ആ ഒരു സെറ്റപ്പ് ആയിരുന്നു ഇവിടെ. ഫ്രണ്ട്സ്, വീഡിയോ കണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാർ അവിടെ നിന്ന് പറഞ്ഞ് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന്. നമ്മുടെ രേണുവിന്റെ കാര്യമാണ് പറയുന്നത്. രേണു ആ ഫാഷൻ ഷോയിൽ പങ്കെടുത്തേണ്ട കാര്യമായിരിക്കും പുള്ളി പറഞ്ഞത്. സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് പറഞ്ഞു. അത് പോട്ടെ, പുള്ളി പറഞ്ഞ സ്റ്റാൻഡേർഡ് കാണത്തില്ലായിരിക്കും, അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ആ എങ്ങും എത്താത്ത തുണി ഇട്ടുകൊണ്ടിരിക്കുന്ന ചേച്ചി പറഞ്ഞു കേട്ടില്ലയോ? സ്കൂളുകളിൽ കലോത്സവത്തിന് പ്രൈസ് മേടിക്കുന്ന പോലാണ്. സ്കൂളുകളുടെ കലോത്സവത്തിന് എന്താണ് കുഴപ്പം? അതോ ഈ പെണ്ണ് സ്കൂളിൽ പഠിച്ചിട്ടില്ലയോ? കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടില്ലയോ? അതിന്റെ ഒരു ചുരുക്ക് കാണും മിക്കവാറും. സിനിമയിൽ അഭിനയിക്കുന്ന എത്രയോ നല്ല വ്യക്തികൾ, നവ്യ നായർ, മഞ്ജു വാര്യർ സ്കൂളുകളിലും കലോത്സവങ്ങളിലും ഒക്കെ ഒരുപാട് പങ്കെടുത്ത് ഒരുപാട് പ്രൈസുകൾ മേടിച്ച ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റുകൾ പോലും ഈ കലോത്സവ വേദികളിൽ പോയി കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. ചേച്ചിക്ക് നല്ല സ്റ്റാൻഡേർഡ് ആണുള്ളത്. അതുകൊണ്ടാണ് ചേച്ചി ഈ എങ്ങും എത്താൻ തുണിയിട്ടോണ്ടിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോ. ചേച്ചി കൊള്ളാം. അവര് നാണം കെട്ടുപോയി. ആരാ? സരയോ? ചേച്ചി വലിയ ആള് കാണിച്ചു വന്ന് പറഞ്ഞതാ. മതി പോവോ, ആരോടാ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാൻ നിൽക്കുന്നവരൊക്കെ? വല്ല കാര്യമുണ്ടോ? ഈ ചേച്ചി ഏകദേശം എത്ര സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഈ ചേച്ചിയുടെ ഹിറ്റ് പടങ്ങൾ എന്തൊക്കെയുണ്ട്. പിന്നൊരു കാര്യമുണ്ട്, അമ്മ സംഘടനയ്ക്കകത്ത് ഇപ്പൊ തിരഞ്ഞെടുക്കുന്നവരെല്ലാം ഭയങ്കരമായിട്ട് അവാർഡുകളൊക്കെ വാരിക്കൂട്ടി ആൾക്കാരില്ലയോ? കുഴപ്പമില്ല, നമുക്ക് വഴിയേ കാണാം. ചേച്ചി എന്തായാലും നാണം കെട്ടുപോയി. കാരണം കൂടെ ഉള്ളവർ പറഞ്ഞു അവർ ഫോട്ടോ എടുക്കട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി അതാണ് ചമ്മി പുറകോട്ട് പോയിട്ടുണ്ട്. എന്തായാലും അടുത്ത വീഡിയോ കാണാം. ചേച്ചി പൊളിയാണോ? ചേച്ചി ഇപ്പോഴും ഒരു പുലിയാണ് കേട്ടോ. പക്ഷെ ചേച്ചി പുലി എന്ന് പറയുന്നത് നമ്മുടെ കഥാപാത്രം ഉണ്ടല്ലോ ബാലരമയ്ക്കകത്തേക്ക്, അത്രയും പുലിയാണ്. ചേച്ചി വലിയ പുലിയാണ്. ചേച്ചി ഇപ്പോഴും വലിയാണ്. സൈതാപൂട്ടി വലിയ ഓവർ ആക്ട് ചെയ്ത് പുള്ളിക്കാരത്തേക്ക് വളരെ ഓവർ ആക്ടിങ് ആണ്. പണ്ട് ഓവർ ആക്ട് ചെയ്യുന്ന സിനിമയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എന്ത് അഭിനയിക്കുവാണോ എന്ന് ചോദിക്കും. അഭിനയത്തിലോട്ട് ഇഴുകി ചേരും. ഭയങ്കര അഭിനയം. അതുകൊണ്ട് ചേച്ചിക്ക് നിൽക്കാൻ പോലും സമയമില്ല. ഒരുപാട് സിനിമ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ ആ ആവേശം കണ്ടില്ലേ? ആവേശം വേണം ചേച്ചി, ആവേശം വേണം. ഇത്ര ആവശ്യം കൂടുതലാണ്. ഇച്ചിരി കുറയ്ക്കണം. ഇപ്പൊ എനിക്കത് ക്ഷീണം വരും. അപ്പം ചേച്ചി ഇലക്ഷൻ ചേച്ചി തോറ്റുപോയി. ആ തോറ്റുപോയതിന്റെ സന്തോഷമാണ് ചേച്ചി. മുഖത്തുനിന്നാലും വിഷമമില്ല കേട്ടോ. ചേച്ചി കരയാനൊന്നും തോന്നില്ല. ആ പടത്ത് പിടിയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ മായ വിഷു അങ്ങനെ തോന്നി പേര് പുള്ളിക്കാർക്ക് നമ്മൾ മാറുന്നു. കാരണം വേറൊന്നുമില്ല, സംഘടന എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് തകർത്തടിച്ചു പൊളിക്കാനുള്ളതല്ല. സംഘടനയ്ക്കായിട്ട് ബഹുമാനങ്ങളും കാര്യങ്ങളും കൊടുക്കണം. അത് അവർ പറഞ്ഞത് ഞാൻ 100% യോജിക്കുന്നു. നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചേച്ചിക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. അത്രയും പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, മറ്റാർക്കും ഇല്ല. പക്ഷെ ചേച്ചിക്കും ബിഗ് ബോസ് സീസൺ 1 നിന്ന് ഇത്രയും പേര് പോയി, ഇത്ര സീസൺ 6 വരെ ആയി. ഇതിൽ രക്ഷപ്പെട്ടിട്ടുള്ള ഒരാളെ നിങ്ങൾ കാണിച്ച ഉള്ള ജോലി കൂടെ പോയ ആൾക്കാരേ ഉള്ളൂ. യൂട്യൂബ് ചാനലിൽ കൂട്ടി പോയ ആൾക്കാരുണ്ട്. അതുപോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്നിട്ട് ഇപ്പം പട്ടിണി വഴിയാതായ ആൾക്കാരുണ്ട്. അതായത് ഒരു ഷോയിൽ 25 പേര് പോകുമ്പോഴത്തേക്കും അതിൽ 1-2 ആൾക്കാരായിരിക്കും പുറത്തിറങ്ങിയിട്ട് ഒരു ജീവിതമാർഗ്ഗം ഉണ്ടാവുകയും ബാക്കിയുള്ള ആൾക്കാരുടെ എല്ലാവരുടെ കാര്യം ഷോയോട് കൂടി അവരെ തനി നിറം പുറത്താവുകയും ചെയ്യും. തനി നിറം പുറത്താവുന്നതോടുകൂടി അവരെ ജനം വെറുക്കുകയും ചെയ്യും. ഞാൻ ഷോയിൽ അകത്ത് പറഞ്ഞതുപോലെ എനിക്ക് അന്ന് ഇന്നും ഒരേ നിറയേ ഉള്ളൂ, അത് എന്റെ നിറം, തനി നിറം. ഓക്കെ, അല്ലാതെ എനിക്ക് അവിടെ എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഓ ബിഗ് ബോസ് വന്നിട്ട് ഒരു ലീഗ് കൊടുത്തിട്ട് പോയ ആളല്ലയോ? ഇപ്പോഴൊക്കെ ഉണ്ടോ ആളിനെ അറിയാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇദ്ദേഹം കുറെ ആൾക്കാരുമായിട്ട് ഇങ്ങനെ നടന്നു വന്നപ്പം ഒരു പട്ടി പോലും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. മനസ്സിലായി എന്താണ് കാര്യം? ഓ ബിഗ് ബോസിൽ പോയതിന്റെ കാര്യം പറയാം. പുള്ളി ബിഗ് ബോസിൽ പോയ ആരും മെച്ചപ്പെട്ടിട്ടില്ല. അവർക്ക് പിച്ചപാത്രം കൊണ്ടിരിക്കുന്നത് ശരിക്കും ഞാൻ കണ്ട്. ഞാൻ ഈയിടെ ഓച്ചറ അമ്പലത്തിൽ പോയപ്പോ അവിടെ ബിഗ് ബോസിനകത്ത് കുറെ ആൾക്കാർ പാത്രവും കൊണ്ട് അവിടെ ഇരിക്കുന്നു. കടുത്തൽ ബിഗ് ബോസ് എന്ന് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും, ശരിയായിരിക്കും കേട്ടോ, എങ്കിൽ ശരിയായിരിക്കും. ഞാൻ ആ ഓച്ചറ അമ്പലത്തിലെല്ലാം കണ്ട് ബിഗ് ബോസിനകത്ത് വന്ന ഈ ആൾക്കാർ 1ാമത്തെ സീസൺ തൊട്ട് 6ാമത്തെ സീസൺ വരെ ഉള്ള മത്സരാർത്ഥികൾ അവിടെ പിച്ചെടുക്കുന്ന കുറെ ഇത് കണ്ട്. ചേട്ടന് വേറെ ഒരു പണിയില്ല ചേട്ടാ. ചേട്ടൻ്റെ പാട്ട് നോക്കിപ്പോ അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. ചേട്ടന്റെ രീതി എന്താണെന്നൊക്കെ നമ്മൾ ബിഗ് ബോസിൽ കണ്ടതാ.
ബിഗ് ബോസിനെ പറ്റി പറയാൻ ചേട്ടൻ ഒരു അർഹനുമല്ല. പിന്നെ ചേട്ടൻ പുറത്തുനിന്ന് കാണുന്ന ഒരാളെന്ന് വിചാരിച്ച് ചേട്ടന് ആ കുറ്റം പറഞ്ഞ് സന്തോഷിക്കാം. പബ്ലിക്കിനിടയിൽ കൊണ്ടുവരുന്നത് കേട്ടോ. അടുത്ത വീഡിയോ ആണ്. ഇത് കഴിഞ്ഞില്ലയോ? ഇനിയുണ്ടോ? വേണ്ട ചേച്ചി. അയ്യോ ചേച്ചി ഒന്നും സംസാരിക്കണ്ട. ചേച്ചി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാം ഇറങ്ങി ഓടും. അതുകൊണ്ട് ചേച്ചി സംസാരിക്കണ്ട. തോന്നുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ച് ചിക്കിച്ചേർന്നിട്ട് നീ പതിവ്രതയാണോ, നീ എത്രണ്ണം കിട്ടി എന്നൊക്കെ പറഞ്ഞ് എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കമന്റ് ഇടുന്ന നിങ്ങളെ പോലെയുള്ള ഊച്ചാളികൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളുടെ ഒന്നും ചെലവിലല്ല കഴിയുന്നു. നിങ്ങളുടെ തറവാട്ടിൽ നിന്നല്ല എനിക്ക് ചെലവിന് കൊണ്ടുവന്നു. ഞാൻ പണിയെടുക്കണു, ഞാൻ പൈസ ഉണ്ടാക്കണോ, ഞാൻ ജീവിക്കണം. മനസ്സിലായില്ലേ? ഓ അടിപൊളി. ചേച്ചിക്ക് മറ്റുള്ളവരെ ചീത്ത വിളിക്കാം, മറ്റുള്ളവരെ കുറ്റം പറയാം, മറ്റുള്ളവരെ നിരന്തരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചേച്ചി ഇങ്ങനെ ഫേസ്ബുക്കിനകത്ത് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ഇടുക, അതുപോലെ തന്നെ പോസ്റ്റ് ഇടുക, ഇതുപോലെല്ലാം ചേച്ചി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിക്ക് എല്ലാവരും കുറ്റം പറയും. ചേച്ചിയുടെ കാര്യം ആർക്കും ചോദിക്കാൻ പാടില്ല. അതാണ് ഞാനൊരു സിനിമ ഓർത്ത് റേഡിയാണോ എല്ലാം ഇങ്ങോട്ട് പറയാം, അങ്ങോട്ടൊന്നും കേൾക്കരുത് എന്ന് പറയുന്നേ ഉള്ളൂ. എല്ലാ അച്ചു ചേച്ചിക്കെല്ലാം ഇങ്ങോട്ട് പറയാം, ചേച്ചിയെ ആരും അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല. ശരി ചേച്ചി, ഓക്കെ. ഇനി ഞങ്ങൾ ആരും ഒന്നും ചേച്ചിയെ പറയത്തില്ല. ചേച്ചി എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിന് ഞങ്ങൾ വേറൊരു കാര്യം പറയും. കാണാം. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് ചേച്ചി ഇനി അടുത്ത വീഡിയോയിൽ കാണാം.